വചനമൊഴി ജനുവരി 21. വചനഭാഗം 1 യോഹന്നാൻ 2:7-11, യോഹന്നാന്റെ സുവിശേഷം 9:1-11. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ലോകത്തിന്റെ പ്രകാശമായി മനുഷ്യനായി അവതരിച്ച, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് പ്രകാശമായി പരസ്യജീവിതം ആരംഭിച്ച ഈശോ അന്ധനായൊരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ്. ഈശോ കടന്നു പോകുമ്പോൾ ഒരുവൻ അന്ധനായിരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇവൻ അന്ധനായത് ഇവന്റെ പാപം മൂലമാണോ, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമാണോ? ഈശോ പറയുന്നു, അന്ധനായത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകുവാൻ വേണ്ടിയാണ്. മനുഷ്യ ജീവിതത്തിലെ ചില കുറവുകൾ ഒരുപക്ഷെ ദൈവിക മഹത്വം പ്രകടമാക്കുവാനുള്ള അവസരങ്ങളാണ്. കുറവുകളെ കുറിച്ച് നിരാശരാകാതെ കുറവുകളിലൂടെയും ദൈവത്തിന്റെ മഹത്വം പ്രകടമാക്കുവാൻ സാധിക്കും എന്ന തിരിച്ചറിവ് വചനം നൽകുന്നു. ഈശോ ആ അന്ധന് സൗഖ്യം നൽകുന്നതിനു വേണ്ടി നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പുരട്ടി. അതിനുശേഷം ഈശോ അവനോട് പറയുകയാണ്, ശീലോഹ കുളത്തിൽ പോയി കഴുകുവാൻ. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തിയും പ്രകൃതിയുടെ ഉൾച്ചേർക്കലും മനുഷ്യന്റെ പരിശ്രമവും ഒന്നു ചേർന്ന് ഒരത്ഭുതമുണ്ടാകുകയാണ്. ദൈവകൃപ അനുഭവിക്കുവാൻ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഭവിക്കുവാൻ ദൈവകൃപയോട് സഹകരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കണം. ദൈവവചനം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ ദർശിക്കാനാകും, അന്ധകാരം നീക്കപ്പെടും എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നാം ശ്രവിക്കുന്ന ലേഖനഭാഗത്തും യഥാർത്ഥമായ പ്രകാശത്തിൽ വസിക്കുന്നത് എപ്രകാരമാണെന്നാണ് പറയുന്നത്. അന്ധകാരം അവസാനിച്ച് മിശിഹായിലൂടെ ഇന്ന് നാം ശ്രവിക്കുന്ന ലേഖനഭാഗത്തും യഥാർത്ഥമായ പ്രകാശം ഉദയം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥമായ പ്രകാശത്തിൽ വസിക്കുവാൻ വേണ്ടിയാണ്, യഥാർത്ഥമായ പ്രകാശത്തിൽ വസിക്കുവാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥമായ പ്രകാശം മിശിഹ തന്നെയാണ്. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണെന്ന് തിരുവചനം പറയുന്നു. ഈശോയാകുന്ന യഥാർത്ഥ പ്രകാശത്തിൽ വസിക്കണമെങ്കിൽ സഹോദരങ്ങളുമായി സ്നേഹത്തിൽ വസിക്കണമെന്നാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, സഹോദരനുമായി സ്നേഹത്തിൽ വസിക്കണമെന്ന തിരുവചനം പറയുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവനിൽ ഇടർച്ചയുണ്ടാവുകയില്ല. ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ സ്വീകരിക്കുവാനും ഈശോയിൽ വസിക്കുന്നതിന് സഹോദര സ്നേഹത്തിൽ വളരുവാനും നമുക്ക് പരിശ്രമിക്കാം. സഹോദര സ്നേഹത്തിൽ വളരുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.